അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം അവൾക്ക് അവിടെ നിന്നും ഒരു കുഞ്ഞു കൃഷ്ണവിഗ്രഹവും മയിൽപീലിയും ഒക്കെ വാങ്ങിയാണ് പോകാനായി ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ പോയത് സുഹൃത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു. കോളേജിൽ പഠിച്ച കാലത്തുള്ള സൗഹൃദമാണ് ഹരിയുമായി. വരുമെന്ന് അനന്തൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ അവരെ ലീവ് എടുക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നായിരുന്നു ഭക്ഷണമൊക്കെ. ഹരി എന്നായിരുന്നു അയാളുടെ പേര്. ഹരിയുടെ ഭാര്യയായ ഭാമയുമായി വളരെ പെട്ടെന്ന് തന്നെ സാരംഗി കമ്പനി ആവുകയും ചെയ്തിരുന്നു. എത്ര വർഷം കൂടിയാ ഇവനെ ഒന്ന് കാണുന്നതെന്നറിയാമോ? സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. പണ്ട് കോളേജിലെ പെൺപിള്ളേരുടെ എല്ലാം ഹീറോയായിരുന്നു ഇവൻ. ആ കഥയൊക്കെ നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവൻ്റെ മുഖത്ത് ഒരു ചമ്മൽ വന്നതുപോലെ തോന്നി സാരംഗിക്ക്. അല്ല, നിങ്ങളുടേത് ലവ് മാരേജ് അല്ലേ? ഹരി ചോദിച്ചു. പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ ഞങ്ങളുടെ പ്രേമത്തെപ്പറ്റി എഴുതിയിട്ട് നീയൊന്നും വായിച്ചില്ലേടാ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ ചോദിച്ചു. പത്രങ്ങളിൽ എഴുതുന്നതെല്ലാം സത്യമാവണമെന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നിനക്കൊരു പ്രേമമുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്കൊരു ഞെട്ടലൊക്കെ വന്നതായിരുന്നു. എന്തു പറയാനാളിയാ, വീഴ്ത്തി കളഞ്ഞു ഇവൾ. അവളെ നോക്കി ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ ആ നോട്ടം പോലും അവളെ നാണിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നുവെന്ന് തോന്നിയിരുന്നു. അവളുടെ മുഖം നാണത്താൽ കുതിർന്നു പോയി. അവൻ അവളെ നോക്കി ചിരിച്ചു. കുറച്ച് സമയം കൂടി എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നീട് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാമെന്ന് തീരുമാനിച്ചിരുന്നു. ആ നിമിഷങ്ങളൊക്കെ എന്തോ വല്ലാതെ ഇഷ്ടമാവുന്നുണ്ടായിരുന്നു അവൾക്ക്. ഹരി നിർബന്ധിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പുറത്തു പോയി വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്തു തുടങ്ങിയിരുന്നു. മുകളിലെ നില അവർക്ക് വേണ്ടി ഭാമ ഒരുക്കിയിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് സാരംഗിയും അനന്തനും മുറിയിലേക്ക് പോയി. അനന്തൻ ബാൽക്കണിയിൽ നിന്ന് മഴ ആസ്വദിക്കായിരുന്നു. ആ സമയത്താണ് സാരംഗി വന്നത്. അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ഹാപ്പി അല്ലേ? ഒരുപാട്, അവൻ്റെ നെഞ്ചിൽ ചേർന്നു പറഞ്ഞവൾ. 2-3 ദിവസമായിട്ട് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഒന്നും നീ ചെയ്തില്ലല്ലോ? അവൻ പറഞ്ഞു. മറന്നു പോകില്ലേ? അങ്ങനെ മറന്നു പോകുമൊന്നുമില്ല. അടുത്ത ആഴ്ച അമ്പലത്തിലെ ഉത്സവമല്ലേ? അവൻ പറഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മതി. എങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഞാനൊന്ന് കാണട്ടെ. അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, അച്ചുവേട്ടൻ്റെ മുമ്പിൽ കളിക്കാൻ എനിക്ക് നാണോ? അവൾ പറഞ്ഞു. എന്നാൽ ഇന്നത് മാറ്റിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എൻ്റെ മുൻപിൽ കളിച്ചിട്ട് നീ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചാൽ മതി. അവൻ ഗൗരവത്തോടെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചുവേട്ടാ, അവൾ ചിണുങ്ങി. വാടി ഇങ്ങോട്ട്. അവൻ അവളെ പിടിച്ചു വലിച്ചു. രണ്ടുപേരും മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഭാമ കയറി വന്നത്. ഒന്നും തോന്നരുതേ, കടയിൽ സ്റ്റോക്ക് വന്നു, പെട്ടെന്ന് പോണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? വെളുപ്പാൻ കാലത്തെ ഞങ്ങൾ വരും. ഭാമ വന്ന് ആനന്ദനോട് പറഞ്ഞു. പുറകെ തന്നെ ഹരിയും വന്ന് കാര്യം പറഞ്ഞു. അവർക്ക് തൃശ്ശൂരിൽ തുണിക്കടയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ വരണോ? ആനന്ദൻ ചോദിച്ചു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ ജോലിക്കാരുണ്ട്. അതൊന്ന് എടുത്തു വച്ചിട്ട് ഞങ്ങൾ ഒരു വെളുപ്പൂനെ 3 മണിയാകുമ്പോഴേക്കും വരും. അന്നേരം നീ ഒന്ന് കതക് തുറന്ന് കന്നാൽ മതി, ഞാൻ വിളിക്കാം. ഹരി പറഞ്ഞപ്പോൾ അവൻ സമ്മതപൂർവ്വം തലയാട്ടി. അവർ പോയി കഴിഞ്ഞതും വീണ്ടും അവർ തിരികെ മുകളിലേക്ക് വന്നു. നീ റെഡിയായോ? അവൻ ചോദിച്ചു. എന്തിന്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിനെന്നോ? ഞാൻ പറഞ്ഞില്ലേ ഡാൻസ് കളിക്കാൻ. ഒന്ന് പോയേ അജുവേട്ടാ, എനിക്ക് നാണമാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ നോക്കി ചോദിച്ചു. നീ അങ്ങോട്ട് കളിക്കടി പെണ്ണേ, ഞാനൊന്ന് കാണട്ടെ. വീട്ടിൽ ചെന്നിട്ടാവാം അജുവേട്ടാ, ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആരുമില്ല. എനിക്ക് നിന്റെ നൃത്തം ആദ്യം കാണണമെന്നൊരു തോന്നൽ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പിന്നെ എന്തോ എതിർക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ ഏത് പാട്ടാണെന്ന് പറഞ്ഞു കൊടുത്തതും രാവിലെ ഉടുത്ത വസ്ത്രം ധരിച്ചു വരാൻ അവൻ നിർദ്ദേശം കൊടുത്തു. ആ വേഷത്തിൽ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അവന്. അവൾ അതിനനുസരിച്ച് മുറിയിൽ പോയി ധാവണിയൊക്കെ ഉടുത്താണ് വന്നത്. ഉടനെ തന്നെ അവൻ ആ പാട്ട് ഫോണിൽ പ്ലേ ചെയ്യുകയും ചെയ്തു. ഫോണിൽ പാട്ട് തുടങ്ങി. അവൾ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ചുവട് വെച്ച് തുടങ്ങിയതിന് ശേഷം ആ ഒരു ഫ്ലോ അവൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയിരുന്നു. അങ്ങനെ അവൾ മെല്ലെ ചുവട് വയ്ക്കാൻ തുടങ്ങി. മുഖത്ത് വരുന്ന പല ഭാവങ്ങളും ആ പാട്ടിനനുസരിച്ച് മാറി വരുന്നുണ്ടായിരുന്നു. ആ വരികൾ കേട്ടതും അവനൊരു പ്രത്യേക ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തും ആ നിമിഷം തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു. അവനെ തന്നെ അവളും നോക്കി നിന്നു പോയിരുന്നു.
എങ്കിലും മനോഹരമായി ചുവട് വയ്ക്കുന്നുണ്ടായിരുന്നു. നൃത്തം കഴിഞ്ഞതും അവൻ കൈയടിച്ചു. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. നീ നന്നായി നൃത്തം ചെയ്യുന്നുണ്ട്. ഇത്രയും മനോഹരമായി നീ ഡാൻസ് കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളെ നോക്കി അവളുടെ അരക്കെട്ടിൽ അവൻ പിടിച്ചു. ശേഷം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എനിക്ക് നിന്നോട് എന്തൊക്കെയോ തോന്നുന്നു. എന്ത്? അവൾ അവനെ നോക്കി അതേ ഭാവത്തോട് തന്നെ ചോദിച്ചു. ഇപ്പോൾ പാട്ടിൽ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്ത്? മധുരോത്സവ നാളുകൾക്കായി മുകിൽ വർണ്ണന് മോഹമായി എന്ന്. മോഹം തുടങ്ങിയിട്ടുണ്ട്. സാധിച്ചു തരുമോ? എന്ത്? സാരംഗി വിറച്ചു പോയിരുന്നു. ഞാനെൻ്റെ പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ പോവുകയാണ്. നിനക്ക് എതിർപ്പുണ്ടോ? അതോ സമയം വല്ലതും ആവശ്യമുണ്ടോ? അവളുടെ കവിളിൽ തഴുകി കഴുത്തിൽ മുഖം ചേർത്ത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. സാരംഗി പിടഞ്ഞു പോയിരുന്നു. അച്ചുവേട്ടാ, അവളൊരു പ്രത്യേക താളത്തിൽ മൂളി. ഉള്ളിൽ അവൾ പോലും അറിയാതെ അവൾക്ക് പരിചിതമല്ലാത്ത മറ്റെന്തൊക്കെയോ വികാരങ്ങൾ നിറയുന്നത് പോലെ തോന്നി. എൻ്റെ പ്രണയം മുഴുവൻ ഞാൻ ഇങ്ങോട്ട് പകർന്നു തരട്ടെ? അവളുടെ കാതിലൊന്ന് കടിച്ച് അവൻ ചോദിച്ചതും അവൾ സമ്മതഭാവത്തോടെ തലയാട്ടി. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ തൊട്ട് നീ എന്നെ എന്തൊക്കെയോ കാട്ടി മോഹിപ്പിച്ചു. ഇന്നത്തെ ദിവസം ഈ നൃത്തം കൂടി കണ്ടതോടെ പൂർത്തിയായി. ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മോളെ? അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പിന്നെ അവളുടെ ധാവണിക്കിടയിലൂടെ നഗ്നമായ വയൽ കൈകൾ കൊണ്ടുവന്ന് തഴുകി. ഏറെ ആർദ്രമായി അതേ കൈകൊണ്ട് തന്നെ അവൻ അവളുടെ ഇടുപ്പ് മുഴുവനായും ഒന്ന് തഴുകി. പിന്നെ കഴുത്തിലും മുഖത്തും ആ കൈകളുടെ സ്പർശനമേറ്റതും സാരംഗിയിലെ ഒരു പ്രത്യേക നാണവും ഭാവവും ഒക്കെ വിരുന്നിനെത്തി. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവനെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത്. അവളെ കൈകൾ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. ശേഷം വാതിലടച്ച് വന്നൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി ഷർട്ടഴിച്ചു. ഷോർട്സ് മാത്രം ധരിച്ചുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് വന്നു. അവൻ അവളുടെ അരികിലേക്ക് വന്നിരുന്നതും സാരംഗിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവൻ്റെ നഗ്നമായ നെഞ്ചിലെ ചൂട് തട്ടവേ അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു. അവൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിൻ്റേതല്ലേ? അവളുടെ മുഖത്തെ വിറയൽ മാറ്റാൻ എന്നോണം അവൻ അവളെ മെല്ലെ ചേർത്ത് പിടിച്ചു. പുറത്തു മഴയുടെ താളം മുറുകിക്കൊണ്ടിരുന്നു. മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ ആർദ്രമായ നിമിഷങ്ങൾ മാത്രം ബാക്കിയായി. അവൻ അവളുടെ കാതോരം പ്രണയത്തോടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ അവൻ്റെ തോൾ മുറുകി. ഈ ഡ്രസ്സിൽ വല്ലാത്തൊരു ഹോട്ട് ലുക്കുണ്ട് നിനക്ക്, കൊതിപ്പിക്കും പോലെ, അവളുടെ ചെവിയിൽ തഴുകി പറഞ്ഞവൻ. അവളുടെ ഉടൽ അവനെ ത്രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൻ അവളെ എടുത്ത് തൻ്റെ മുകളിൽ കിടത്തി. അവൻ്റെ പ്രവൃത്തി പെട്ടെന്ന് അവളെ ഞെട്ടിച്ചു. അവൻ്റെ മുഖം അവൾ തൊട്ടരികിൽ കണ്ടു. ആ മുഖത്ത് രതിയും പ്രണയവും ഇടകലർന്ന് നിൽക്കുന്നത് കണ്ടതും അവളുടെ മുഖം വിവർണമായി. അവൻ അവളുടെ വിരൽ കൊണ്ട് മുഖമാകെ ഒന്ന് തഴുകി. പിന്നെ അവളെ കൊണ്ടൊന്ന് മറിഞ്ഞു. അങ്ങനെ അവൾക്ക് മുകളിലായി കൈകുത്തി കിടന്ന് ആ മുഖത്തേക്ക് നോക്കി. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവളവൻ്റെ നഗ്നമായ നെഞ്ചിലൊന്ന് മുത്തി. അവൻ്റെ ശരീരം ചൂട് പിടിച്ചു. സാരു, പ്രണയാർദ്രമായി അവൻ വിളിച്ചു. ഒപ്പം അവളുടെ ചുണ്ടിൽ നാവിനാൽ തഴുകി ഞെരടി അവയെ സ്വന്തമാക്കി നുണഞ്ഞു. അവൾ പതുക്കെ അവൻ്റെ ചുണ്ടിലൊന്ന് കടിച്ചു. അവൻ്റെ മുഖത്ത് പ്രണയം വർദ്ധിച്ചു. അവളുടെ ഇടുപ്പിൽ പിടി മുറുകി. അച്ചുവേട്ടാ, അവളുടെ സ്വരത്തിൽ അവനിൽ നിന്നും എന്തൊക്കെയോ കൊതിക്കും പോലെ. എന്താ പെണ്ണെ? പ്രണയത്തോട് ചോദിച്ചവൻ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവളുടെ തോൾ കൂടി അവൻ്റെ കൈ താഴെ കിഴഞ്ഞിറങ്ങി. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ട്. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു തുടങ്ങി. അവളുടെ ധാവണി അവൻ ഊരി മാറ്റി. പാവാടയും ബ്ലൗസുമായി കിടക്കുന്നവളെ അവൻ കൊതിയോടെ നോക്കി. അവളുടെ അങ്കലാവണ്യത്തിൽ അവൻ സ്വയം മറന്നു. എന്ത് മിനുസമാടി, അവളുടെ വയറിൽ തലോടി പറഞ്ഞവൻ. അവൾ നാണിച്ചു മുഖം മാറ്റി. വയറിൽ നിന്നും ചുംബനപാത തീർത്തവൻ അവളുടെ നാഭിച്ചുഴിയിലെത്തി. നാവിനാൽ അവിടെ അവളെ ഇക്കിളി കൂട്ടിച്ചവൻ. അച്ചുവേട്ടാ, അവളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ ശബ്ദങ്ങളും അവനെ വികാരത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചു. അവൻ അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവളുടെ വയറ്റിൽ കൈകൾ കൊണ്ടൊരു കളം വരച്ചവൻ. അവളിലെ മൃദുലമായവയെ കൈകളാൽ ഞെരിച്ചമർത്തിയവൻ. ആ നിമിഷം അവൾ പുളഞ്ഞുപോയി. ഏട്ടാ, ഒരാർത്തനാദം അവളിൽ നിന്നും വന്നു. അവൻ കണ്ണുകൾ അടച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവൾ അവനെ ഇറുകെ പുണർന്നു. എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നത് പോലെ നിനക്കെന്നോട് ഇഷ്ടം തോന്നുന്നില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. അവളെ തലയാട്ടി. നിനക്കിഷ്ടമുള്ളതെല്ലാം എന്നെ നീ ചെയ്തു. അതിന് മടിയൊന്നും വിചാരിക്കണ്ട. നിന്നോട് എനിക്ക് തോന്നുന്ന ഫീലിങ്സൊക്കെ നിനക്ക് എന്നോട് ഇങ്ങോട്ടുണ്ടാവുമെന്നറിയാം. നാണത്തിൻ്റെ പേരിൽ ഒന്നും ഉള്ളിൽ വെക്കേണ്ട. നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു നാണം ആവശ്യമില്ല. അവളുടെ നെറ്റിയിൽ തലോടി ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു.
അവൾ ആ നിമിഷം തന്നെ അവൻ്റെ മൂക്കിലൊന്ന് കടിച്ചു. പിന്നെ അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കി. അവൻ്റെ ദീക്ഷയിൽ തഴുകിക്കൊണ്ട് തന്നെ ആ ചുണ്ടുകളുടെ മധുരം അവൾ അറിഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവൻ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കിൽ പിടുത്തമിട്ടു. ദൂരി മാറ്റി, ഇന്നറും അഴിച്ചു മാറ്റി. അവന് മുൻപിൽ അനാവൃതമായ അവളുടെ നഗ്നത അവനെ വികാരത്തിൻ്റെ തേരിലേറ്റി. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അവൻ അവിടേക്ക് ആവേശത്തോടെ മുഖം പൂഴ്ത്തിയതും അവളൊരു ശീൽക്കാര സ്വരത്തോടെ അവൻ്റെ മുടിയിൽ വിരൽ കയറ്റി. അവൻ മീശ കൊണ്ടും താടി കൊണ്ടും അവിടെയാകെ ഉരസി താഴേക്ക് ചുണ്ടുകളാൽ ചുംബനമഴ തീർത്തു. സാരംഗിയുടെ കൈകൾ അവനിൽ എഴിഞ്ഞു നീങ്ങി. അവൻ്റെ പുറത്തും കഴുത്തിലുമായി അവൾ പുതിയൊരു വികാരം തീർത്തു. അവളുടെ പാവാട വള്ളിയിൽ അവൻ്റെ കൈകൾ നീണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നിസ്സഹായമായി നോക്കി. നാണിക്കണ്ട, ഞാനല്ലേ, നീ എൻ്റെ അല്ലേ? അവനത് ചോദിച്ചതും അവൾ കണ്ണുകൾ അടച്ചു. അവൻ പൂർണ്ണമായും അവളുടെ ശരീരത്തിലെ അവസാന വസ്ത്രത്തെയും ഊരിമാറ്റി. തനിക്ക് മുൻപിൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട നിമിഷം അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവളിലെ ഓരോന്നും സ്വന്തമാക്കാൻ ആ നിമിഷം അവൻ കൊതിച്ചുപോയി. അവൾക്ക് തന്നെ അഭിമുഖീകരിക്കാൻ നാണമാണെന്ന് കണ്ണുകൾ അടച്ചു കിടന്നപ്പോൾ തന്നെ അവന് മനസ്സിലായി. ശരീരത്തിൽ മറയായി ഉണ്ടായിരുന്ന ഷോർട്ട്സ് അവനും അഴിച്ചു മാറ്റി. അവളുടെ ശരീരത്തിലേക്ക് അവൻ അമർന്നതും അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് തൻ്റെ ശരീരത്തിൽ അറിഞ്ഞവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. അവനെ അങ്ങനെ കണ്ടതും അവളും വല്ലാതെയായി. നാണം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഏറെ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. അങ്ങേറ്റം പ്രണയത്തോടെയും രതിയോടെയും ഇരു ചുണ്ടുകളെയും പരസ്പരം കൊരുത്തു. ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും പരസ്പരം ഇരുവരും ഒരുമിച്ചു. അവൻ്റെ ശരീരം ചൂട് പിടിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. അവളിലെ ഓരോ അണുവിനെയും അവൻ രുചിച്ചുകൊണ്ടേയിരുന്നു. നാവിനാലും വിരലാലും ചുണ്ടിനാലും അവളിൽ പുതിയ തരത്തിലുള്ള പല വികാരങ്ങളും അവൻ നിറച്ചു. അവൻ്റെ പ്രണയ ചൂടിൽ ഇടയ്ക്കിടെ ഉരുകിപ്പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ വയറിൽ നിന്നും താഴെ കിഴഞ്ഞു. അവളുടെ 2 കാലുകളെയും അകറ്റിയവനെ അവൾ തടഞ്ഞില്ല. അവനെ അറിയാൻ അവളും ആ നിമിഷം അത്രമേൽ കൊതിച്ചിരുന്നു. അവനവിടെ ഓരോ കുസൃതികളും കാണിച്ചു തുടങ്ങിയ നിമിഷം അവൾ ബെഡിൽ വിരൽ കുത്തി ഉയർന്നു പൊങ്ങിപ്പോയിരുന്നു. അച്ചുവേട്ടാ, വേണ്ട, അവൾ നിസ്സഹായമായി പറഞ്ഞു. ഇല്ലേൽ നിനക്ക് വേദനിക്കും സാരു, അവൻ ആർദ്രമായി പറഞ്ഞു. അവൻ്റെ പ്രവൃത്തി അവളെ വീണ്ടും വിവശയാക്കി. ശരീരം പൊള്ളിപ്പിടഞ്ഞു. അവൻ്റെ മുടിയിലും ബെഡ്ഷീറ്റിലും അവൾ മുറുകെ പിടിച്ചു. അച്ചുവേട്ടാ, അവളിൽ നിന്നും ശീൽക്കാര സ്വരം പുറത്തു വന്നു. അതവനെ കൂടുതൽ ലഹരി പിടിപ്പിച്ചു. അവളിലെ പെണ്ണിൻ്റെ രുചി കൂടുതൽ അറിയാൻ അവൻ ആവേശം തോന്നി. അവൻ ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യും തോറും അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ നൂണ്ട് കയറി. അവൻ തല ഉയർത്തി അവളെ നോക്കി. വേദനിച്ചാൽ പറയണേ, അവൾ തലയാട്ടി. അവൻ പതിയെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അച്ചുവേട്ടാ, അവളുടെ കണ്ണിൻ്റെ കോളിൽ കൂടി കണ്ണുനീരൊഴുകി. വേദനയുണ്ടോ? അവൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ സാരമില്ല. അവനെ അകറ്റാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ പകരുന്ന സുഖം ആ നിമിഷം അവളും ആഗ്രഹിച്ചിരുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം വേദനയുടെ സ്ഥാനത്തേക്ക് മറ്റൊരനുഭൂതി കടന്നു വരുന്നത് അവൾ അത്ഭുതത്തോടെ അറിഞ്ഞു. മേലെ അവൾ അനുഭൂതിയിലേക്ക് കുറുകി അവനെ തൻ്റെ ശരീരത്തിലേക്ക് കൂടുതൽ അടുക്കി പിടിച്ചു. അവൻ്റെ ഉയർച്ച താഴ്ചകൾക്ക് വേഗതയേറിയതും അവളുടെ ശീൽക്കാര സ്വരങ്ങളും ഉയർന്നു കേട്ടു. ഒടുവിൽ വെട്ടിവിറച്ചുകൊണ്ട് അവളിലേക്ക് അവൻ തളർന്നു വീണു. അവൾ ഇരു കൈകളാൽ അവനെ പുണർന്നു. അവൻ ഏറെ പ്രണയത്തോടെ അവളുടെ നെറ്റിയിലും കവിളിലും ഒരു ചുംബനം നൽകി. തന്നെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാക്കിയവൾക്ക് നൽകുന്നൊരു വാക്കുകൊടുക്കൽ പോലെ. അവളും അവൻ്റെ കവിളുകളിൽ ഒരു നേർത്ത ചുംബനം നൽകി. ആദ്യ പ്രണയവീഴ്ചയുടെ എല്ലാ സുഖങ്ങളും തനിക്ക് പകർന്നു നൽകിയവന് ഒരു നന്ദി പ്രകാശനം പോലെ. തുടരും.